ക്യാരക്ടർ. ലുക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ടു എക്സാമിൻ സംതിങ് യൂഷ്വലി പെട്ടെന്ന് നോക്കുക, ഓടിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ, അതാണ് ലുക്ക് ത്രൂ എന്ന്. ഒരു കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകുന്നതിനാണ്. മീൻസ് ഒരു ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് നോക്കുന്ന ലുക്ക് ത്രൂ എന്ന് പറയുന്നത്. യു മസ്റ്റ് ലുക്ക് ത്രൂ ദ ടെക്സ്റ്റ് ടു ഫൈൻഡ് ദ നെയിം ഓഫ് ദ മെയിൻ ക്യാരക്ടർ. ദെൻ ലുക്ക് ഔട്ട്, ദ കാർ ഈസ് അപ്രോച്ചിങ്. അപ്പോൾ നമ്മൾ വാച്ച് ഔട്ട് എന്ന് പറയുന്നതിട്ടില്ല, വാച്ച് ഔട്ട് അതുപോലെ തന്നെയാണ് ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ശ്രദ്ധിക്കൂ എന്ന് പറയില്ലേ നമ്മൾ മലയാളത്തിൽ, അയ്യോ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്, അതേപോലെയാണ് ലുക്ക് ഔട്ട് എന്ന്. വാച്ച് ഔട്ട് തന്നെ കേട്ടോ, വാച്ച് ഔട്ടും ലുക്ക് ഔട്ടും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ദ പോലീസ് ആർ ലുക്കിംഗ് ഇൻ ടു ദ മർഡർ. ലുക്കിംഗ് ഇൻ ടു ദ മർഡർ മീൻസ് ലുക്കിംഗ് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് സംതിങ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ ഓർ ടു ഇൻവെസ്റ്റിഗേറ്റ് ഓർ എക്സാമിൻ. ലുക്കിംഗ് ഇൻ ടു, ഓക്കെ, വി ആർ ലുക്കിംഗ് ഇൻ ടു ദ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളതിന് കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി പോവുക എന്നുള്ളതാണ് അർത്ഥം. ദെൻ ദ പോലീസ് ആർ ലുക്കിംഗ് ഫോർ ദ മർഡർ എവ്രിവെയർ ഇൻ ദ സിറ്റി. അതാണ് ലുക്കിംഗ് ഇൻ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കൂടുതലായി ഡീപ്പായിട്ട് മനസ്സിലാക്കുക എന്നാണ്. നേരെ മറിച്ച് ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ സംതിങ് ഓർ സം വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, സെർച്ച് ചെയ്യുന്നതിനാണ് ലുക്കിംഗ് ഫോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ്. ദെൻ Jane decided to go to Jersey to look in on her father and see if he is feeling any better after the operation. അപ്പോൾ നമുക്ക് ലുക്ക് ഇൻ ഓൺ ആണ് വന്നിട്ടുള്ളത്. ലുക്ക് ഇൻ ഓൺ, ലുക്ക് ഇൻ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മേക്ക് എ ഷോർട്ട് വിസിറ്റ് ടു സം വൺ വൈൽ യു ആർ ഗോയിങ് സംവർ എൽസ് എസ്പെഷ്യലി ഇഫ് ദേ ആർ ഇൽ ഓർ നീഡ് ഹെൽപ്പ്. ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ പോയി എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വരുന്നത്, അതിനാണ് നമ്മൾ ലുക്ക് ഇൻ ഓൺ എന്ന് പറയും. ലുക്ക് ഇൻ ഓൺ സം വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ദ കാർ ആക്സിഡൻറ്റ് വാസ് സോ ഹോറിബിൾ ദാറ്റ് ഐ ലുക്ക്ഡ് അവേ നോട്ട് ടു സീ ദ ഡെഡ് ഡ്രൈവർ. ലുക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക, മുഖം തിരിക്കുക എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ മുഖം തിരിക്കുക എന്ന് മലയാളത്തിൽ പറയില്ലേ, മുഖം നമ്മൾ ശരിക്കും തിരിക്കുന്നില്ലല്ലോ, പക്ഷെ മുഖം തിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്? ലുക്ക് അവേ, ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ we have looking ahead, everyone should save money. look ahead എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിലേക്ക് മീൻസ് ഫ്യൂച്ചറിലേക്ക് നോക്കുക. ടു തിങ്ക് അബൌട്ട് ആൻഡ് പ്ലാൻ ഫോർ വാട്ട് മൈറ്റ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയും മുന്നോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ കാര്യങ്ങൾ ഭാവിയെ മുൻകണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ലുക്ക് അഹെഡ് എന്ന് പറഞ്ഞാൽ. Okay, looking ahead, everyone should save money. Then we have, do you have a few minutes to look these samples over? Do you have a few minutes to look these samples over? അപ്പോൾ ഇവിടെ ലുക്കും ഓവറും ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു എക്സാമിൻ സംതിങ് ക്വിക്ക്ലി വിത്തൗട്ട് പേയിങ് മച്ച് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഇപ്പം നമ്മൾ എന്താ പറയുക, ഇവിടെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ലുക്ക് ത്രൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ലുക്ക് ഓവർ എന്ന് പറയുന്നതും. പക്ഷെ ലുക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റിലൂടെയാണ് നോക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ഒരു ബുക്കിലൂടെയാണ് ലുക്ക് ത്രൂ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു കാര്യം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യം, അതിപ്പോൾ ഏത് രീതിയിൽ ആവാം, അതിൽ നമ്മൾ നോക്കുന്ന അങ്ങനെ ഒരു രീതിയിൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടി വരുന്നത്, മീൻസ് അതിലേക്ക് നമുക്ക് പേയിങ് അറ്റൻഷൻ കൊടുക്കേണ്ടി വരുന്നതിനാണ് നമ്മൾ ലുക്ക് ഓവർ എന്ന് പറയാം. ഡു യു ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ലുക്ക് ദീസ് സാമ്പിൾസ് ഓവർ, ലുക്ക് ഓവർ ദീസ് സാമ്പിൾസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ഐ ലുക്ക് ഫോർവേഡ് ടു മൈ സമ്മർ ഹോളിഡേ. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു അഗെയിൻ. നമ്മളന്ന് ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ യൂസേജസ് പഠിച്ചിരുന്നല്ലോ. ടു മീറ്റിംഗ് എന്നാണ് വരിക എന്നുള്ളത്, മീൻസ് ING ഫോമാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതെന്താണ്? ആൻറ്റിസിപ്പേറ്റ് വിത്ത് പ്ലഷർ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് ലെറ്റേഴ്സ്, ഇൻ്റർവ്യൂ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലെറ്റേഴ്സൊക്കെ കവർ ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതാറില്ലേ, ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു സൂൺ എന്നൊക്കെ പറയാറില്ലേ. മീൻസ് അതൊരു ആൻറ്റിസിപ്പേറ്റഡ് വിത്ത് പ്ലഷർ ആയിട്ടുള്ള, നമ്മൾ ഊഹിക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഐ ഹാവ് എ ലുക്ക് ആഫ്റ്റർ മൈ ബ്രദർ while my parents are at work. I have to
ടു ലുക്ക് അല്ല ഐ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നോക്കുക, നമ്മൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ലുക്ക് ആഫ്റ്റർ. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു PSC എക്സാമിൽ, ലുക്ക് ആഫ്റ്റർ. ഓക്കെ, ടു ടേക്ക് കെയർ ഓഫ്, ടു മേക്ക് ഷുവർ ദാറ്റ് സം വൺ ഈസ് സേഫ് ആൻഡ് വെൽ. ലുക്ക് ആഫ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞാൽ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ അവർ പാരൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ദെൻ യു ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ ഓൺ പുവർ പീപ്പിൾ. ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആളുകളെ നമ്മൾ ലുക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാതിപരമായിട്ടോ മതപരമായിട്ടോ ഒക്കെ നമ്മൾ ആളുകളെ, അല്ലെങ്കിൽ ജെൻഡർ ബേസിലൊക്കെ ഇപ്പം പുരുഷന്മാർക്ക് ചിലപ്പോൾ സ്ത്രീകളെ ലുക്ക് ഡൗൺ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ജോലി ഇല്ലാത്തവരുടെ ലുക്ക് ഡൗൺ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും അല്ലേ. അപ്പോൾ യു ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളെ മോശക്കാരായിട്ട് കാണുന്ന രീതി, അതാണ് ലുക്ക് ഡൗൺ. സീ സംതിങ് ഓർ സം വൺ ആസ് ഇൻഫീരിയർ. ഓക്കെ, then look up to, you must look up to your teachers, you must look up to your great people like Mahatma Gandhi എന്നൊക്കെ നമുക്ക് പറയാം. മീൻസ് യു ഷുഡ് ലുക്ക് അപ്പ് ടു യുവർ പാരൻസ് എന്ന് പറയുമ്പം ടു റെസ്പെക്റ്റ് ഓർ അഡ്മയർ സം വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ലുക്ക് അപ്പ് ടു എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ലുക്ക് ഡൗണും ലുക്ക് അപ്പ് ടു ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും മോശമായി കാണാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. ലുക്ക് അപ്പ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ താല്പര്യത്തോടു കൂടി അവരെ നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടി, മീൻസ് നമ്മളൊരു മോഡലാക്കാൻ വേണ്ടി അവരെ നോക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ദെൻ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ദെൻ ഗെറ്റിൽ ഇതാണ് ഞാൻ പറഞ്ഞ 7ESL.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. വളരെ നല്ലതാണ്. അതിൽ നിന്നാണ് എനിക്ക് കുറേ പിക്ചേഴ്സൊക്കെ കിട്ടിയത്, എക്സാമ്പിൾസൊക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിൽ കുറേ വരുന്നുണ്ട്. അതെല്ലാം കൂടി നമുക്കിവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൽ പോയിട്ട് അതിൽ ഫ്രേസൽ വേർബ്സ് വിത്ത് ഇന്ന ടേം കൊടുത്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. എത്രയും കളക്ട് ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ഇടയ്ക്കൊക്കെ ഓരോ തവണ 2 വട്ടമൊക്കെ ആയിട്ട് ഒരു ദിവസം കുറച്ച് ഭാഗമൊക്കെ ആയിട്ട് ഇതിൽ തന്നത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു വെബ്സൈറ്റാണ് 7ESL.com എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഗെറ്റ്. അതിൽ നമ്മളിങ്ങനെ ഓരോ എക്സാമ്പിൾസൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് പഠിച്ച് കുറേശ്ശെ ആയിട്ട്, ഇപ്പം ഒരു ദിവസം ഒരു ഫ്രേസൽ വേർബ് വെച്ചിട്ട് കുറച്ച് ടേംസ് നോക്കുക, പിറ്റേ ദിവസം കുറച്ച് ടേംസ്, അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയൊരു സംഭവമാണിത്. എനിക്ക് വളരെ ഇഷ്ടമായ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. ദെൻ വി ഹാവ് ഗെറ്റ് എന്ന് പറയുമ്പം നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇതിൽ നമുക്കുള്ളത് ഇപ്പം ഗെറ്റ് സ്റ്റക്ക് ഇൻ. ഓക്കെ, ഗെറ്റ് എന്ന് പറയുമ്പം സ്റ്റക്ക് ഇൻ, നമ്മൾ പറയുമ്പം എന്താണ്, ഇപ്പം നമുക്ക് ഡെഡിക്കേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് എഫേർട്ട് ടുവേർഡ്സ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ മീൻസ് ഗെറ്റ് ഇൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ ടേക്കൺ ഇൻ എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, ഗെറ്റ് ഇൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബി ഫൂൾഡ് ടു ഫാൾ ഫോർ, അല്ലെങ്കിൽ ബി അൺഒഫീഷ്യലി ഫോസ്റ്റഡ് എന്ന് പറയാം. ഗെറ്റ് ത്രൂ എന്ന് പറയുമ്പോൾ ഓവർകം, ടു എൻഡ്യൂർ, കംപ്ലീറ്റ്, ടു ഫിനിഷ്, ബി മേഡ്. ഗെറ്റ് ത്രൂ, ഐ ഗോട്ട് ത്രൂ ദ കോവിഡ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ ഗെറ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം നമ്മൾ മീൻസ് റീച്ച് ചെയ്യുക. അപ്പോൾ ഐ ഗെറ്റ് ടു ദ എയർപോർട്ട് എന്ന് പറയാൻ പറ്റും. അതുപോലെ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ഫ്രം വൺസ് ബെഡ്. നമ്മൾ ഗെറ്റപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ, ഗെറ്റ് സ്റ്റക്ക് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇതാവുക എന്ന് പറയില്ല, മീൻസ് അതിലങ്ങോട്ട് മുങ്ങിപ്പോവുക, മീൻസ് നമുക്ക് അത്രയും പിന്നെ നമ്മളങ്ങ് കുടുങ്ങിപ്പോവുക, അല്ലെങ്കിൽ അത് ഒരുപാട് എഫേർട്ട് എടുക്കുക. ഗെറ്റ് സ്റ്റക്ക് ഇൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ദെൻ ഗെറ്റ് അപ്പ് ടു എന്ന് പറഞ്ഞാൽ ടു ഡു സംതിങ് ഓർ എസ്പെഷ്യലി സംതിങ് ദാറ്റ് യു ഷുഡ് നോട്ട്. ഗെറ്റ് അപ്പ് ടു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എന്താണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഗെറ്റ് അപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡോട്ടർ ഗെറ്റ് അപ്പ് ടു കോപ്പിയിങ് ഇൻ ഹർ ടെസ്റ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു. ശരിക്കും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ അത് ചെയ്യാണ്. ഓക്കെ, ദെൻ ഗെറ്റ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇംപ്രഗ്നേറ്റ് എന്ന് പറയും, അത് ഒരു രീതിയിൽ. ഗെറ്റ് ഇൻ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൈൻ വൺ സെൽഫ് വിത്ത് എന്നുള്ളതാണ്. മീൻസ് നമ്മളിപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് വിത്ത്
ദ പീപ്പിൾ അറൗണ്ട് യു എന്ന് നമുക്കറിയാം. ഗെറ്റ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗെറ്റ് വെച്ചിട്ടുള്ള കുറച്ച് ടേംസാണ് ഗെറ്റ് സ്റ്റക്ക് ഇൻ, ഗെറ്റ് ടേക്ക് ഇൻ. ദെൻ ഗെറ്റ് ടേക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബി ഫൂൾഡ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മളെ എന്താണ് നമ്മളെ പറ്റിക്കുക, അതിനാണ് ഗെറ്റ് ടേക്ക് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗെറ്റ് ത്രൂ, ഗെറ്റ് ടു, ഗെറ്റ് അപ്പ് ടു, ഗെറ്റ് വിത്ത്. ഓക്കെ, ദെൻ വി ഹാവ് ഗെറ്റ് വെച്ചിട്ടുള്ള കുറച്ചും കൂടി ഉണ്ട്. അതിൽ നമുക്ക് തന്നെ ഇവിടെ ഉണ്ട് കുറച്ചും കൂടി. ലെറ്റ് us ഗെറ്റ് ഐ കാൺറ്റ് ഗെറ്റ് അബൌട്ട് സോ മച്ച് സിൻസ് ഐ ഹേർട്ട് മൈ ഹിപ്പ്. ഓക്കെ, മീൻസ് ഗെറ്റ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫിസിക്കലി നമുക്ക് ഭയങ്കര ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല എന്ന്. ഗെറ്റ് അബൌട്ട്, ഐ കാൺറ്റ് ഗെറ്റ് അബൌട്ട്, നമുക്ക് അങ്ങനെ ഇളകി മറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, അതിനാണ് ഗെറ്റ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഹൗ ക്യാൻ ഐ ഗെറ്റ് ദിസ് അക്രോസ് ടു ദ സ്റ്റുഡൻസ്. ഓക്കെ, നമ്മളിപ്പം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ ക്യാൻ സേ ഹൗ ക്യാൻ ഐ ഗെറ്റ് ദിസ് അക്രോസ് ടു മൈ സ്റ്റുഡൻസ്. ഇതെങ്ങനെയാണ് ഞാനിത് ഈ ഒരു ഐഡിയ ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൗ ക്യാൻ ഐ ഗെറ്റ് ദിസ് അക്രോസ് ടു ദ സ്റ്റുഡൻസ്, ഗെറ്റ് അക്രോസ്. ഓക്കെ, ദെൻ വി ഹാവ് get after, moving into action, means he is wasting time at university not getting after his degree. Not getting after means move into action in pursuit of something, means നമ്മളൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ് ഗെറ്റിംഗ് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് he is wasting time at university not getting after his degree. ശരിക്കും അയാൾ ചെയ്യേണ്ടത് എന്താണ്, ഗെറ്റിംഗ് ആഫ്റ്റർ ഹിസ് ഡിഗ്രി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം. മീൻസ് അതാണ് വേണ്ടത്, ചെയ്യേണ്ടത്, അച്ചീവ് ചെയ്യേണ്ടത്, പക്ഷെ അതിലേക്ക് എത്തുന്നില്ല. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഗെറ്റ് ആഫ്റ്റർ. ഗെറ്റ് ആഫ്റ്റർ മീൻസ് നമുക്കൊരു സാധനം നമ്മൾ മുന്നോട്ട് പോവുക, അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഗെറ്റ് ആഫ്റ്റർ. ദെൻ ഗെറ്റ് അഹെഡ്. ഇഫ് ദിസ് പ്രൊജക്റ്റ് ഗോസ് വെൽ ഇറ്റ് കുഡ് റിയലി ഹെൽപ്പ് മീ ടു ഗെറ്റ് അഹെഡ് അറ്റ് വർക്ക്. ഗെറ്റ് അഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോഗ്രസ് ചെയ്യുക, അതായത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള മീൻസ് നമുക്കൊരു മെച്ചമുണ്ടാവുക എന്നുള്ളതാണ് ഗെറ്റ് അഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഫ് ദിസ് പ്രൊജക്റ്റ് ഗോസ് വെൽ ഇറ്റ് കുഡ് റിയലി ഹെൽപ്പ് മീ ടു ഗെറ്റ് അഹെഡ് അറ്റ് വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്കെന്താണ്, നമുക്കൊന്നുകൂടി നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഒരു മുൻതൂക്കം കിട്ടുക. ഓക്കെ, ഗെറ്റ് അഹെഡ്. ദെൻ ഐ വിഷ് ദ കിഡ്സ് വുഡ് ഗെറ്റ് അലോങ് ബെറ്റർ. ഐ വിഷ് ദ കിഡ്സ് വുഡ് ഗെറ്റ് അലോങ്. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകളായിട്ട് ഇടപെടുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടതാണല്ലോ. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളുകളായിട്ട് നന്നായിട്ട്, ഗെറ്റ് വിത്ത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആളുകളായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കുക, മീൻസ് ആളുകളായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളത്. ട്രൈ ടു ഗെറ്റ് അലോങ് വിത്ത് യുവർ കൊളീഗ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ മൈ ബോസ് ആൻഡ് ഐ ഗെറ്റ് അലോങ് വെരി വെൽ. ഓക്കെ, ഗെറ്റ് അലോങ്ങിന് നോക്കി നോക്കൂ, ഈ ഒരു രണ്ട് മീനിങ് ഉണ്ട്. യു കെയിൽ തന്നെയാണ് രണ്ടും പറയുന്നത്, പക്ഷെ എന്താ വെച്ചാൽ നല്ലൊരു ബന്ധമാണ് എന്നുള്ള രീതിയിലും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, മൈ ബോസ് ആൻഡ് ഐ ഗെറ്റ് അലോങ് വെരി വെൽ, നല്ല രീതിയിൽ, അതായത് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നല്ലൊരു ബന്ധം, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം എന്നുള്ള രീതിയിലും കാണിക്കാൻ പറ്റുന്നതാണ് ഗെറ്റ് അലോങ് എന്ന് പറയുന്നത്. ദെൻ ക്രോസ് അറ്റ് ദ റോക്സ് വെൻ യു ഗെറ്റ് അറൗണ്ട് ദ ബെൻഡ്. ക്രോസ് അറ്റ് ദ റോക്സ് വെൻ യു ഗെറ്റ് അറൗണ്ട് ദ ബെൻഡ്. അപ്പോൾ ഇവിടെ ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കം അറൗണ്ട് സംതിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എന്താ ചുറ്റി വളഞ്ഞ് ഒരു ഭാഗത്ത് കവർ ചെയ്ത് വരുന്നതാണ് കം അറൗണ്ട് സംതിങ്, ദാറ്റ് ഇസ് ഗെറ്റ് അറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ യു ഗെറ്റ് അറൗണ്ട് ദ ബെൻഡ്. ഫൈൻ. ഇതിൽ വീണ്ടും ആ ഒരു ടേംസ് നമ്മളിത് എല്ലാം കണ്ടത് തന്നെയാണ്. ഗെറ്റ് അറൗണ്ട് ഉണ്ട്, ഗെറ്റ് അബൌട്ട് ഉണ്ട്, ദെൻ ഗെറ്റ് അക്രോസ് means to move from one side to the other literally figuratively. Then get after, അത് നമ്മൾ കണ്ടതാണ്. get along, get around, get at. അതിനോട് നമുക്കിപ്പം ഒരു കാര്യം ത്തിലേക്ക് അറിയണം, അപ്പോൾ ആ ഒരു വിഷയം അറിയണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഗെറ്റ് അറ്റ് എന്ന് പറയുന്നത്. ഐ ഗെറ്റ് അറ്റ് ദ സീക്രട്സ് ഓഫ് മൈ ഹസ്ബൻഡ്സ് ഫാമിലി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മീൻസ് നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ അറിയുന്നത്, തേടി പിടിച്ചറിയുന്നതാണ് ഗെറ്റ് അറ്റ് എന്ന് പറയുന്നത്.
ഗെറ്റ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ രക്ഷപ്പെടുന്നതാണ്. ഓക്കെ, മൂവ് അവേ എന്നുള്ളതാണ്. അവോയ്ഡ്, ക്യാപ്ചർ ഓർ ടു എസ്കേപ്പ്, സ്റ്റാർട്ട് മൂവിങ് ഓർ ടു ഡിപ്പാർട്ട് മീൻസ് ഗെറ്റ് അവേ. യു ഷുഡ് ഗെറ്റ് അവേ ബിഫോർ യു ആർ കോട്ട് അപ്പ് ഇൻ ദിസ് സിറ്റുവേഷൻ ഓർ ഇൻ ബൈ ദാറ്റ് പീപ്പിൾ എന്നൊക്കെ നമുക്ക് പറയാം. ഗെറ്റ് അവേ. ഓക്കെ, നൗ ദീസ് ആർ ഓക്കെ. ദെൻ ഗെറ്റ് ബൈ. ഗെറ്റ് ബൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ഹാവ് മീൻസ് നമ്മൾ മാനേജ് ചെയ്യുക, നമ്മൾ സക്സീഡ് ചെയ്യുക, മീൻസ് ഒരു കാര്യത്തെ കവർ ചെയ്തിട്ട് നമ്മൾ പോകുന്നതിനാണ് ഗെറ്റ് ബൈ എന്ന് പറയുന്നത്. മീൻസ് ടു സക്സീഡ്, സർവൈവ് ഓർ മാനേജ് അറ്റ്ലീസ്റ്റ് അറ്റ് എ മിനിമം ലെവൽ. വി ഷുഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഗെറ്റ് ബൈ ദ സിറ്റുവേഷൻസ് എന്ന് പറയണം. മീൻസ് നമ്മളതിനൊന്ന് കവർ ചെയ്ത് ഒരു മിനിമം ലെവലിലെങ്കിലും അതിനൊന്ന് ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ കവറപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഗെറ്റ് ബൈ. ദെൻ ഗെറ്റ് ബാക്ക്. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിട്ടേൺ ടു വേർ വൺ കെയിം ഫ്രം. അല്ലെങ്കിൽ നമുക്ക് പറയാം റിട്രീവ്, ടു ഹാവ് എൻ ഐറ്റം റിട്ടേൺഡ്. ഡു സംതിങ് ടു ഹേർട്ട് ഓർ ഹാം സം വൺ ഹു ഹാസ് ഹേർട്ട് ഓർ ഹാംഡ് യു. ഗെറ്റ് ബാക്കിന് പല മീനിങ്ങുകളും ഉണ്ട്. ഓക്കെ, ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് മൈ ലോസ്റ്റ് ബുക്ക് ബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഗെറ്റ് ബാക്ക് ടു യുവർ ഹൗസ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഗെറ്റ് ബാക്ക് ടു യുവർ ക്ലാസ്സസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഗെറ്റ് ഡൗൺ. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രിങ് ഓർ കം ഡൗൺ, ഡിസെൻഡ് എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ കോൺസെൻട്രേറ്റ്, അറ്റൻഡ് എന്ന് പറയാം. അതൊക്കെ അതിൻ്റെ മീനിങ്, ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട്. ഗെറ്റ് ഡൗണിന് പല മീനിങ്സ് ഉണ്ട്. ഓക്കെ, ട്രൈ ടു ഗെറ്റ് ഡൗൺ ദ ടെമ്പറേച്ചർ. ആസ് എ ഫീവർ ഈസ് റിയലി ഹൈ, ട്രൈ ടു ഗെറ്റ് ഡൗൺ ദ ടെമ്പറേച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് മീൻസ് എന്താണ്, മൂവ് ഫ്രം ബീങ് ഓൺ ടോപ്പ് ഓഫ് സംതിങ് ടു നോട്ട് ബീങ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് ദ ട്രീ എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഗെറ്റ് ഓഫ് ദ ട്രീ അതർവൈസ് യു വിൽ ഫോൾ ഡൗൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ അതിന് കുറേ മീനിങ് ഉണ്ട്. ഡിസെംബാർക്ക് എസ്പെഷ്യലി ഫ്രം മാസ് ട്രാൻസ്പോർട്ടേഷൻ, ഗെറ്റ് ഓഫ് എന്ന് നമ്മളിപ്പം ഗെറ്റ് ഓഫ് ഫ്രം ദ ബസ് എന്ന്, അല്ലെങ്കിൽ ഗെറ്റ് ഓഫ് ഫ്രം ദ റാലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗെറ്റ് ഓഫ് കംപ്ലീറ്റ് എ ഷിഫ്റ്റ് ഓർ എ ഡേയ്സ് വർക്ക്. അപ്പോൾ എന്താണ്, ഐ ഗോട്ട് ഓഫ് മൈ ഡ്യൂട്ടി ടുഡേ എന്ന് പറയാം. ഓക്കെ, ഐ ഗോട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്തു, അതിൽ നിന്ന് പുറത്ത് വരികയാണ് ഗെറ്റ് ഓഫ്. പിന്നെ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ബി സക്സസ്ഫുൾ, അല്ലെങ്കിൽ പ്രോഗ്രസ് വിത്ത്, ഗേവ് എ ഗുഡ് റിലേഷൻ, ഗേവ് അല്ല കേട്ടോ, ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ്, അതൊക്കെയാണ്. ദാറ്റ് ഈസ് ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾ ആർ ട്രൈങ് ടു ഗെറ്റ് ഓൺ ഇൻ അവർ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഗെറ്റ് ഔട്ട് എളുപ്പമാണ്, എസ്കേപ്പ് ഓർ വി ആർ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഇൻ അവർ ലൈഫ് എന്ന് പറയാം. അതിൽ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ ഗെറ്റ് ഔട്ടിന്. അതുപോലെ ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ റിക്കവർ ഫ്രം, അല്ലെങ്കിൽ ഫോർഗെറ്റ് ആൻഡ് മൂവ് ഓൺ. ഗെറ്റ് ഓവർ, ട്രൈ ടു ഗെറ്റ് ഓവർ യുവർ ബ്രേക്കപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ഓവർ, ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഓവർ വാട്ട് ഹാസ് ഹാപ്പൻഡ് ടു യു എന്ന് നമുക്ക് പറയാം. മീൻസ് അതൊക്കെ മറന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രൈ ടു ഗെറ്റ് റിഡ് ഓഫ് യുവർ പ്രൈഡ് എന്ന് നമുക്ക് പറയാം. അത് ഒഴിവാക്കുക, അബോളിഷ് ചെയ്യുക. ഡിസ്പോസ് ഓഫ്, ടു റിമൂവ് ഓർ ടു അബോളിഷ് ഓർ ടു ലൂസ്, ദറ്റ് ഈസ് ഗെറ്റ് റിഡ് ഓഫ്. അപ്പോൾ ഗെറ്റ് ബൈ ഉണ്ട്. ഗെറ്റ് ബൈ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ സർവൈവ് ചെയ്യുക. ഗെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് തിരിച്ച് കിട്ടുക. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ കുറച്ച് കൊണ്ടുവരിക, ഡിക്രീസ് ചെയ്യുക. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഉയർത്തായിരിക്കുന്നുണ്ടെങ്കിൽ അത് താഴത്തേക്ക് ഇറങ്ങി വരിക, അതുപോലെയുള്ള കാര്യങ്ങൾ. മീൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ വിരട്ട് പോരുക. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഗെറ്റ് ഓൺ. ഗെറ്റ് ഔട്ട് മീൻസ് എസ്കേപ്പ്, അല്ലെങ്കിൽ പുറത്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ഓവർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഗെറ്റ് ഓവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗെറ്റ് ത്രൂ എന്നും പറയാറുണ്ട്. ഓക്കെ, മൂവ് ത്രൂ, ഗെറ്റ് ത്രൂ എന്നൊക്കെ പറഞ്ഞ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നതും ഒക്കെ എന്താണ്, നമ്മൾ റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങ് മറന്ന് കളയുക, വിട്ട് കളയുക എന്ന് പറയില്ല നമ്മളത്. അതുപോലെ ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിമൂവ് ഓർ ടു അബോളിഷ് ഓർ ടു ലൂസ്. ഓക്കെ, വി ക്യാൻ ഗോ ബാക്ക്. അപ്പോൾ ഗെറ്റൊക്കെ വെച്ചിട്ട് ഒത്തിരി ടേംസ് ഉണ്ട്. അപ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്.